നമ്മൾ നൂറെ മദീന ജംസ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ചോദ്യം ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മളൊരു ഒറിജിനൽ മോതിരമൊക്കെ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരും. റെഡിയാണോ? റെഡി. പിന്നെ ഈ മോതിരം ധരിക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്ത്. മാഷാഅല്ലാ. നിങ്ങൾ ഏത് വിരൽ ധരിക്കൽ സുന്നത്തെന്ന് അറിയോ? അത് ഇടത്തെ കയ്യിലെ നടുവിരലിന് മേലെ. നടുവിരലല്ല, ഇടത് കൈയുടെയോ വലത് കൈയുടെയോ ചെറുവിരൽ. നിങ്ങൾക്ക് ഈ മോതിരക്കല്ല് ഏതാണെന്ന് അറിയോ? അങ്ങനത്തെ ഏതൊക്കെ കല്യാണം നിങ്ങൾക്ക് അറിയാം? പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഇതാണ്, ഒറിജിനൽ മോതിര അക്കല്ല്, അക്കീക്കിന്റെ കല്ലാണിത്. തുറന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് കല്ലില്ലേ? കല്ല് ഇഷ്ടമുള്ള എടുക്കാം. സമയം വൈകണില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തു. എത്ര മിനിറ്റ് വരേണ്ടി? അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. എങ്ങനെ പറഞ്ഞു മനസ്സിലായി? എടുക്കണം. റെഡിയാണോ? റെഡി. പിന്നെ ഇതേപോലത്തെ മോതിരക്കല്ലിനെ കുറിച്ചുള്ള വളരെ റെയറായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നൂറെ മദീന ജംസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോതിരക്കല്ല് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ കല്ലുകൾ പർച്ചേസ് ചെയ്യാനോ റിങ്ങുകൾ പർച്ചേസ് ചെയ്യാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി വിസിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾ ഇതിപ്പോ ഇത്ര തരം ഇതുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സ്റ്റോണുകളും നമ്മുടെ അവൈലബിൾ ആണ്, സ്റ്റോക്ക് അവൈലബിൾ കൈമുള്ളതോ? അതൊക്കെ നമ്മൾ ഫൈറൂസ് ആണ്. ഇതിപ്പോ വ്യത്യസ്ത കല്ല്, ഇതൊക്കെ നല്ല വില പിടിപ്പുള്ള കല്ലുകളാണ്. ഇത് അക്കീക്ക കല്ല്, ഞങ്ങള് ധരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കല്ലാണ് അക്കീക്കന്റെ കല്ല്. അപ്പൊ ഈ കല്ല് സത്യത്തിൽ ഈ കല്ല് ഇത് എങ്ങനെ ഉണ്ടാക്കണേ? കല്ല് നമ്മൾ ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനല്ലേ? അപ്പൊ ഈ കല്ലിനനുസരിച്ചുള്ള മോതിരം അതുപോലെ ഈ കല്ലും അതുപോലെ തന്നെ മോതിരം നമുക്ക് കിട്ടും. നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്ത് ഓർഡർ നിങ്ങൾ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കി തരും. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ മേഖലയിൽ ഞാൻ 14 പതിനാലല്ലേ? എന്റെ പേര് അബ്ദുൽ ജലീൽ. വീട് മുതുവല്ലൂർ. കച്ചവടം ഇപ്പൊ എങ്ങനെ? മീൻ കഴിഞ്ഞ മീൻ പൊതുവില് ഇപ്പൊ ഈ ചൂടുകൊണ്ട് മീനൊക്കെ വലിഞ്ഞാണ്. അപ്പൊ മീൻ കുറവാ. അപ്പൊ മീൻ ഇപ്പൊ രാവിലെ ഫുള്ളേന്. ഉച്ചശേഷം പിന്നെ കഴിഞ്ഞപ്പോ ബാക്കിയുള്ള മീൻ തീർക്കാൻ വേണ്ടി ഇപ്പൊ മത്തിപ്പോ 3 മണിക്ക് ഇറക്കിയതാ. ഇൻഷാ അല്ലാഹ്.